ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാണ്ട് നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹൽവ റെസിപ്പിയാണ്. ഇത് 2 ലെയേർഡ് ആയിട്ടാണ് ഉണ്ടാവുക. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. ഹൽവ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ടും നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള 3 ക്യാരറ്റാണ്. ഇത് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്ത് വെച്ചതാണിത്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് അളവിൽ പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തിളപ്പിച്ചാറിയിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് മൈദാപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയാണ്. നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെയാണ്. ഈ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഏത് പാത്രത്തിലാണോ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിക്കാം. നമ്മളൊരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാണ്ടാണല്ലോ നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഏത് പാത്രം വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം. ഇനി ഇതിലൊരല്പം നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പ്രഷർ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടീന് വെച്ചിട്ട് ഇത് അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട നെക്സ്റ്റ് ലെയറിന് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി അല്ലെങ്കിൽ മൈദാപ്പൊടി ചേർക്കാം. നമ്മളിപ്പോൾ മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പാലും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചോറും കൂടെയാണ്. ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ചേർക്കുക. ഇനി മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഈ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പും കൂടി എക്സ്ട്രാ പാൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ലെയർ നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിന് മുകളിലുള്ള പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് തൊട്ട് നോക്കാം. നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദാപ്പൊടിയുടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കുക. ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുക്കറിന് താഴെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം നോക്കുക കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം അടുത്ത ലെയറിനുള്ള ബാറ്റർ ഒഴിക്കാനായിട്ട്. ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം വയ്ക്കണം. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലെയറും നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്ക് ടീന് പതിയെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളകി കിട്ടും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ കമിഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.